രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തി. അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പറയുന്നുണ്ട്. അപ്പം അത് എവിടെയാണെന്ന് ചേട്ടനെ അറിയുള്ളൂ. അപ്പോൾ അകത്തോട്ട് പോയാലേ ബാക്കി അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് കയറിയിട്ട് വന്നിട്ട് ബാക്കി. രാഹുലിന്റെ ഭാര്യയുടെ പ്രതികരണമാണ് കേട്ടത്. ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇപ്പോൾ എവിടെയാണുള്ളത്? പോലീസ് നടപടി എങ്ങനെയാണ്? പക്ഷേ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഉള്ളത് സിറ്റി തൈക്കാടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ അകത്ത് സൈബർ സെല്ലിൻ്റെ ഓഫീസിൻ്റെ അകത്താണ് രാഹുൽ ഈശ്വർ ഉള്ളത്. ഇന്ന് 11 മണിയോടുകൂടിയാണ് രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പിനായി എത്തിച്ചത്. ഇതിനിടെയാണ് ഈ ലാപ്ടോപ്പും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിനുശേഷമാണ് രാഹുൽ ഈശ്വറിനെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തൻ്റെ നിലപാടിൽ ഒട്ടും മാറ്റമില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് രാഹുൽ ഈശ്വർ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കണ്ടന്റുകൾ താൻ ഇനിയും ചെയ്യുമെന്നുള്ളൊരു നിലപാടാണ് നേരത്തെ മാധ്യമങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ രാഹുൽ ഈശ്വർ ആവർത്തിച്ചു. എന്തായാലും വീട്ടിൽ പരിശോധന 2 മണിക്കൂറോളം വീട്ടിൽ പരിശോധന നീണ്ടു നിന്നു. ഇതിനിടയിലാണ് വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാഹുൽ ഈശ്വർ ഈ പരാതി നൽകിയിട്ടുള്ള പെൺകുട്ടിക്കെതിരെ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടന്റുകളിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ എവിടെ നിന്നാണ് രാഹുൽ ഈശ്വറിന് കിട്ടിയത്, ഈ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണമാണ് ഈ ലാപ്ടോപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തിയത്. കാരണം ഇന്നലെ അറിയിച്ചിരുന്നത് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ്. പക്ഷേ രാവിലെ ഇവിടെ നിന്ന് ഇറക്കിയ സമയത്ത് രാഹുൽ ഈശ്വർ തന്നെയാണ് വണ്ടിയിലിരുന്നുകൊണ്ട് പോലീസ് വാഹനത്തിൽ ഇരുന്നുകൊണ്ട് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് തന്നെ പൗടിക്കോണത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ലാപ്ടോപ്പ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇന്നലെ വൈകുന്നേരത്ത് 5 മണിയോടുകൂടി രാഹുൽ ഈശ്വറിനെ ഈ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് രാഹുൽ ഈശ്വർ സ്വന്തം ഫോണിലെടുത്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് താൻ ഈ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ് അത് വീട്ടിൽ തന്നെ ഒളിപ്പിക്കുകയാണെന്ന് രാഹുൽ ഈശ്വർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ആ ലാപ്ടോപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വ്യക്തമായ തെളിവുകൾ വേണം. അത് തന്നെയാണ് കാരണം പോലീസ് ഇത് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ അറിയില്ലായിരുന്നു. കാരണം രാഹുൽ ഈശ്വറിന് വീട്ടിലൊരു സ്റ്റുഡിയോ ഉണ്ട്, അതോടൊപ്പം തന്നെ ടെക്നോ പാർക്കിൻ്റെ അകത്ത് ഒരു ഓഫീസുണ്ട്. അപ്പോൾ എവിടെ ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഈ വീഡിയോകൾ ചിത്രീകരിക്കുന്നതെന്നോ എവിടെ ഇരുന്നു കൊണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നോ ഏത് ഉപകരണത്തിൽ നിന്നാണ് എന്നുള്ള വിവരമൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ പോസ്റ്റ് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് രാഹുൽ ഈശ്വറിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നത്. അത് വലിയ രീതിയിൽ ശ്രദ്ധയാർജിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ പോലീസ് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയാണ്, വൈകുന്നേരം 7 മണിക്ക് മുമ്പ് വിടാമെന്നാണ് പറയുന്നത്. അഥവാ എന്നെ പോലീസ് ഇട്ടയച്ചിട്ടില്ല, അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആ സമയത്ത് തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഈ വീഡിയോ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരികയും ചെയ്തത്. പിന്നീടാണ് പോലീസ് ഈ ലാപ്ടോപ്പ് കൂടി കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെടുത്തത്. കാരണം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് പോലീസിൻ്റെ കൈവശമുള്ളത്. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ള രേഖകൾ, ഇതിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റ്, ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ അടക്കമുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ ഈശ്വറിന് എവിടെയാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ടെത്തുന്നതിന് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ള രാഹുലിൻ്റെ ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഈ സ്റ്റുഡിയോയ്ക്കകത്തുള്ള മറ്റു ഉപകരണങ്ങളൊക്കെ തെളിവായി ശേഖരിക്കേണ്ടത് അനിവാര്യമായിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇന്ന് 2 മണിക്കൂർ നീണ്ടുനിന്ന വീട്ടിലെ പരിശോധനയിലൂടെ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ക്യാമ്പിലുള്ള രാഹുൽ ഈശ്വറിനെ അല്പസമയത്തിനകം തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. അക്ഷയ.